Da-dum, 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 da. Dum-da, 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 dum. Good morning, everyone. Welcome to the musical world of poetry. We are dealing with the poetic session, module 1 of your introducing literature paper. And in the last class, we had seen what is Trocake and what is iamb and all that. So let's continue with the same topic, that is meter in poetry. Okay, so let's analyze few more aspects regarding these concepts, that is iamb and Trocake. First of all, iamb. Iamb എന്ന് പറയുന്നൊരു ഗ്രീക്ക് വാക്കാണ്. അയാംബോസ് ഓർ ലാറ്റിനിൽ അയാംബസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് അയാംബ് എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്കൽ മീറ്ററിൻ്റെ ആ ഒരു പേര് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അയാംബോസ് ഓർ അയാംബസ്. ഇൻ ഗ്രീക്ക് it is iambos and Latin iambus, which means a short syllable followed by a long syllable. That is its meaning. Okay, so നമുക്കറിയാം എന്താണ് അതിൻ്റെ പാറ്റേൺ എന്നുള്ളത്. What is its pattern? അയാമ്പിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? ഡാഡം 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 ഡാ. Of winter comes can spring be far behind. അല്ലേ? ഒരു താളമുണ്ട്. What kind of താളം? Unstressed syllable followed by a stressed syllable. യെസ്. ആൻഡ് ഇത് കൂടുതലായിട്ടും ഈ ഒരു അയാംബ് എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്കൽ ഫോം എന്ന് പറയുന്നത് വളരെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളൊരു ഫോമാണ്. ഒരു പോയട്രി ആസ് വെൽ ആസ് വേഴ്സ് ഫോമിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മളിത് കാണുന്നത് എലിസബത്തൻ ഡ്രമാറ്റിസ്റ്റുകൾക്കിടയിൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു അഡ്വക്കസി ഏറ്റവും കൂടുതൽ കാണുന്നത് എലിസബത്തൻ ഡ്രമാറ്റിസ്റ്റുകൾക്കിടയിലും അതുപോലെ തന്നെ നമ്മുടെ ജോൺ ഡൺ ആസ് വെൽ ആസ് T.S. എലിയറ്റിലൊക്കെ നമ്മൾ ഈ ഒരു അയാംബ് എന്ന് പറയുന്ന ഈവൻ ജെഫ്രി ചോസർ വി ക്യാൻ സീ ദിസ് പെർട്ടിക്കുലർ മെട്രിക്കൽ പാറ്റേൺ ഇസ് യൂസ്ഡ്. ഇറ്റ്സ് കോമൺലി യൂസ്ഡ് ഇൻ സ്പീച്ച് ഓൾസോ. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതുപോലെ നീ പോടാ എന്ന് പറയുമ്പോഴത്തേക്കും we use this particular meter. There is a rhythm in it, അല്ലേ? നീ പോടാ എന്ന് പറയുമ്പോഴത്തേക്കും പോടായിക്കാണ് അവിടെ സ്ട്രെസ്സ് കൂടുതൽ പറയുന്നത്. നീ വാ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും സ്ട്രെസ്സ് കൊടുക്കുന്നത് രണ്ടാമത് വരുന്ന സിലബിളിലാണ്. കോമൺ സ്പീച്ചിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോയട്രിയിലാണെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു മെട്രിക്കൽ പാറ്റേൺ ആണ് അയാംബ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ they followed, that means these Elizabethan dramatists and poets, they followed this particular metrical pattern, that is iamb, in order to keep a kind of decorum. ആ ഒരു ഗ്രാൻഡിയർ, ആ പോയത്തിൽ ആ ഒരു ഗ്രാൻഡിയറും ആ ഒരു ഡെക്കറവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യണമെങ്കിലൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്ററാണ് അയാംബ് എന്നാണ് പറയപ്പെടുന്നത്. ദാറ്റ്സ് വൈ വി കുഡ് സീ ഇഫ് വിൻറ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒപ്റ്റമിസ്റ്റിക് തോട്ട് ഗിവൺ ടു ദ വേൾഡ്, അല്ലേ? വിൻറ്റർ എന്ന് പറയുന്നത് ഡെത്തിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒന്നാണ്. സ്പ്രിംഗ് എന്ന് പറയുന്നത് ബേർത്തിനെ സിഗ്നിഫൈ ചെയ്യുന്നൊരു സീസണാണ്. രണ്ട് സീസണിൻ്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വിൻറ്റർ ഇറ്റ്സ് ഡൾ ആൻഡ് ദർ ഇസ് നോ മൊബിലിറ്റി, എവറിത്തിങ് ഇസ് സ്റ്റിൽ ആൻഡ് ബെയർ. അതേസമയം സ്പ്രിംഗ് ആണെങ്കിൽ ഫുൾ ഓഫ് ലഷ് ആൻഡ് ഗ്രീൻ ആയിട്ടുള്ള നേച്ചറാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ സ്പിരിറ്റുള്ള, എല്ലാം പുനർജനിക്കുന്ന, അല്ലേ? ഈസ്റ്ററിനൊക്കെ വി ഗിഫ്റ്റ് ഈസ്റ്റർ എഗ് വിച്ച് സിംബലൈസസ് ബർത്ത്, റീബർത്ത്, ഓർ ഈസ്റ്റർ ബണ്ണീസ് നമുക്ക് കാണാൻ പറ്റും. മുയൽ ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് ഇത് രണ്ടിലുമാണ്, ഹെൻ ആസ് വെൽ ആസ് ബണ്ണീസ്, റാബിറ്റ്സ്. ദാറ്റ്സ് വൈ ദീസ് ടു ആർ ടേക്കൺ ആസ് സിമ്പിൾ ഓഫ് ഈസ്റ്റർ വിച്ച് ഇസ് എ റെപ്ലിക്ക ഓർ വിച്ച് റെപ്രസെൻറ്റ്സ് റീബർത്ത് ഓർ റിസറക്ഷൻ, അല്ലേ? ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഉത്സവമാണ്. അപ്പോൾ അതുപോലെ തന്നെ വിഷു, കണി കാണുക, അല്ലേ? കണി കാണുമ്പോൾ നമ്മൾ വെക്കുന്നതെല്ലാം പ്രകൃതിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഭൂലാദികളെല്ലാം നമ്മളവിടെ ആ ഒരു കണി കാണാനായിട്ട് വെക്കും. സമൃദ്ധിയുടെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പുതിയ ആരംഭം കുറിക്കുകയാണ്. സോ everything, all sorts of beginning is mentioned by this particular spring season. So death ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കും? അതിനൊരു ജനനം, പുതിയൊരു ജനനം. നമ്മൾ മരിച്ച കണക്കെ ജീവിക്കുകയാണെങ്കിൽ പോലും നമ്മിലൊരു നല്ലൊരു കാലം, ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ നോക്കിക്കാണുകയാണ്. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് പോയറ്റ് ആ ഒരു ഓ ടു വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന ആ ഒരു കവിത ഷെല്ലി വൈൻഡപ്പ് ചെയ്യുന്നത്. ബൈ സെയിങ് ദാറ്റ് വിൻറ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. വിൻറ്റർ വന്നു കഴിഞ്ഞാൽ സ്പ്രിങ് വരാതിരിക്കുമോ എന്നുള്ള ചോദ്യത്തിലാണ് കവിത അവസാനിപ്പിക്കുന്നത്. ദാറ്റ്സ് എ വെരി സീരിയസ് ആസ് വെൽ ആസ് വെരി ഒപ്റ്റിമിസ്റ്റിക് മൂഡ്
given to the readers, given to its viewers, given to the lovers of literature. A kind of hope is given there. So ഇത്തരത്തിലുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെട്രിക്കൽ പാറ്റേൺ ആണ് അയാംബ് എന്ന് പറയുന്നത്. അൺസ്ട്രെസ് സിലബിൾ ഫോളോഡ് ബൈ എ സ്ട്രെസ് സിലബിൾ. ഇനി നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള 1-2 പോയംസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ അയാമ്പിനെ ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ വേസ് വിത്ത് വേർഡ്സിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയമുണ്ട്. കീറ്റ്സിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു പോയമാണത് ഓ ടു ഓട്ടം. യെസ്, ഓ ടു ഓട്ടം എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മീറ്ററാണ്, അയാംബിക് മീറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് സീസൺ ഓഫ് മിസ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ്, ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് മെച്യൂറിങ് സൺ, അല്ലേ? കൺസ്പയറിങ് വിത്ത് ഹിം ഹൗ ടു ലോഡ് ആൻഡ് ബ്ലെസ് എന്ന് പറഞ്ഞ് പോകുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഓട്ടം സീസണിൻ്റെ ഹാർവസ്റ്റ് മെച്യൂരിറ്റിയെ കാണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ് ഓ ടു ഓട്ടം എന്ന് പറയുന്നത്. ദ പോയറ്റ് കൊണോട്ടേറ്റീവ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ദ പോയറ്റ് ഈവൻ കീറ്റ്സ് ഇസ് ഇൻ ഹിസ് മെച്യൂരിറ്റി. He had acquired maturity in his poetic career. അദ്ദേഹം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഓഡ്സ് എഴുതിയിട്ടുള്ള ഓഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് പോയട്രിക്ക് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന റൊമാൻറ്റിക് കവി, കാൽപ്പനിക കവി. വളരെ മെലൻക്കളിക്കായിട്ടുള്ള, നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് ശോകമൂകമായിട്ടുള്ള ഒരു തരത്തിലുള്ള കവിതകളൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ടും കാണിക്കുന്നത്. അത് മാത്രമല്ല കീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമുക്കതിലേക്കൊന്നും കിടക്കുന്നില്ല. സെൻഷ്വസ് പോയറ്റാണ് അദ്ദേഹം, മെലൻക്കളിക്കാണ്, അതേസമയം തന്നെ ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഗ്രീക്ക് മിത്തോളജി ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഗ്രീക്ക് ആർട്ടിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. സോ ഹിസ് പോയംസ് ആർ റിച്ച് വിത്ത് ഓൾ ദീസ് ഇമേജസ് ഫ്രം ഗ്രീക്ക് മിത്തോളജി, ഗ്രീക്ക് ആർട്ട്, ഗ്രീക്ക് ആർക്കിടെക്ചർ, എവറിത്തിങ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഏറ്റവും കുഞ്ഞനായിട്ടുള്ള കവിയാണ് അദ്ദേഹം. വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ, അതായത് 25 ഇയേഴ്സ് ആയപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചു പോവുകയാണ്. ആ മരിക്കുന്നതിന് ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ 1821 കൂടിയിട്ടാണ് അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം 1819 ഈ ഒരു പോയം അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏതാണ്ട് ഓട്ടം സീസണിൽ അദ്ദേഹം എത്തി നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് നിയറിങ് ഹിസ് വിൻ്റർ വാസ് കമ്മിങ് ഫോർ ഹിം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആ റൈപ്നെസ് ആസ്വദിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള കവിതയാണ്. അതിന് ആ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് വേണ്ടത്. ദിസ് kind of meter is used in poetry to give a kind of decorum and grandeur. Here the season of autumn is celebrated, ode to autumn. The poet is addressing the autumn season as the season of miss and mellow fruitfulness. അത്രയും റിച്ച് ആയിട്ടുള്ള, അത്രയും ചെറിയ കോടമഞ്ഞൊക്കെ വരുന്ന, അതേസമയം എല്ലാം നല്ല പഴുത്ത് പാകമായി നിൽക്കുന്ന പാകതയുടെ സമയമാണ്, മെച്യൂരിറ്റിയുടെ ടൈമാണ്. സോ ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്യൂറിങ് സൺ, കൺസ്പയറിങ് വിത്ത് ഹിം ഹൗ ടു ലോഡ് ആൻഡ് ബ്ലെസ്. ഇങ്ങനെ പോകുന്നു ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതിലെ വരികൾ. ഇനിയിപ്പോൾ നമ്മൾ ഷേക്സ്പിയറിലേക്ക് വരികയാണെങ്കിൽ 12th നൈറ്റിൽ വളരെ മനോഹരമായിട്ടുള്ള എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു ലൈനുണ്ട്. ഇഫ് മ്യൂസിക് ബി ദ ഫുഡ് ഓഫ് ലവ് പ്ലേ ഓൺ. ഇഫ് മ്യൂസിക് ബി ദ ഫുഡ് ഓഫ് ലവ് പ്ലേ ഓൺ. അല്ലേ? സംഗീതം, പ്രണയത്തിൻ്റെ ഭക്ഷണം സംഗീതമാണെങ്കിൽ അത് പാടിക്കൊണ്ടേയിരിക്കുക, അത് കേട്ടുകൊണ്ടേയിരിക്കുക, അല്ലേ? അത് വായിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന 12th നൈറ്റിലെ മനോഹരമായിട്ടുള്ള ഒരു ലൈൻ. ആൻഡ് വേർഡ്സ്വർത്തിൻ്റെ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്ന മറ്റൊരു കവിതയാണ് ഡാഫോഡിൽസ്. ഐ വാൻഡേർഡ് ലോൺലി ആസ് എ ക്ലൗഡ്. ഐ വാൻഡേർഡ് ലോൺലി ആസ് എ cloud that floats on high o'er dales and hills. അവിടെ പോയറ്റിൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് ഹീ ഈസ് ലോൺലി ആൻഡ് ഹിസ് ലോൺലിനെസ് ഇസ് കമ്പയർഡ് ടു ക്ലൗഡ്, a lonely cloud that is floating over hills and valleys and all that. അപ്പോൾ ആ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യണം, ലോൺലി ആണെന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യണം, ക്ലൗഡ് എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഒരു സംശയം വരുന്നത്, ഇത് പോയട്രിയിൽ നമ്മൾ
എങ്ങനെയാണ് ഈ മീറ്റർ തിരിച്ചറിയുക എന്നുള്ളതാണ് പലരുടെയും ഒരു മനസ്സിലുദിച്ചുണ്ടാവുന്ന സംശയമായിരിക്കും. എങ്ങനെയാണ് പോയട്രിയിൽ ഇത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത്. ഡെഫിനറ്റ്ലി we should read poem aloud several times to identify what is the mood of the poem. എന്താണ് കവിതയുടെ ഒരു മൂഡ്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് സെവറൽ ടൈംസ് അത് വായിച്ച് വരുമ്പോൾ മാത്രമേ നമുക്കതിലുള്ള ഒരു റിതം പിടികിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു ഭാഗം. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന എഴുത്തുകാർ കൂടുതലായിട്ടും ഷേക്സ്പിയർ ആയിക്കോട്ടെ, വേർഡ്സ്വർത്ത് ആയിക്കോട്ടെ, എലിയട്ട് ആയിക്കോട്ടെ, ഡൺ ആയിക്കോട്ടെ, ഈവൻ നമ്മൾ കണ്ട ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെയൊക്കെ ഈ കവിതകളിലൊക്കെ ആയിക്കോട്ടെ, iamb is a commonly used meter in poems. And for you guys, you have to learn only iamb and trocake for this paper for the sake of examination. പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങേണ്ടത് 2 ടൈപ്പ് ഓഫ് മീറ്ററിന് വേണ്ടി മാത്രമാണ്. അതും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ അറിയാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം, ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ മാത്രമേ അവിടെ ചോദിച്ചിട്ടുള്ളൂ. സോ ഡോണ്ട് ഗെറ്റ് വറീഡ് ഓർ ഡോണ്ട് മേക്ക് യുവർ മൈൻഡ് മെസ്ഡ് അപ്പ് ടു മച്ച്. ജസ്റ്റ് ഫോളോ വാട്ട് വി സേ ആൻഡ് ജസ്റ്റ് എൻജോയ് ദ മ്യൂസിക് ഇൻ പോയട്രി. ദാറ്റ്സ് ഓൾ വാട്ട് വി വാണ്ട് ഹിയർ. നമുക്ക് ഓരോ കവിതകളും ഇതുപോലെ എടുക്കാൻ പറ്റുന്ന കവിതകളെല്ലാം എടുത്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഈ ഒരു റിതം അതുപോലെ തന്നെ അതിൻ്റെ ഡിവിഷൻ ഒന്ന് പഠിച്ചു പോവാം. സോ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2 രീതിയിലാണ് സിലബിക് ഡിവിഷൻ നടക്കുന്നത്. ഒന്ന് 2 എണ്ണമായിട്ട്, അതായത് ഒരു പെയറായിട്ടുള്ള ഡിവിഷനും അതുപോലെ തന്നെ 3 എണ്ണമായിട്ടുള്ള ഡിവിഷനുമാണ് ഇംഗ്ലീഷ് പോയട്രിയിലെ സിലബിൾ അല്ലെങ്കിൽ പോയറ്റിക് സിലബിൾ ഡിവിഷൻ നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട 2 എണ്ണവും, അതായത് അയാമ്പും 2 എണ്ണം വീതമായിട്ടും ട്രോക്കിയും 2 എണ്ണം വീതമായിട്ടുമാണ് ഗ്രൂപ്പ് തിരിഞ്ഞു പോയിട്ടുള്ളത്. 3 എണ്ണം ഉള്ളത് നമ്മൾ ഈ ഒരു ക്ലാസ്സിലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്താൽ മതി? 2 എണ്ണമായിട്ടുള്ള അയാമ്പും ട്രോക്കിയും മാത്രമേ പഠിക്കണ്ടൂ. അപ്പോൾ 3 എണ്ണം സിലബിൾ തിരിക്കണം എന്നുള്ള ചിന്ത അവിടെ വരേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, but keep that in mind. It is a kind of additional information for you. Important ആയിട്ടുള്ള ഇംഗ്ലീഷ് പോയട്രിയിൽ യൂസ് ചെയ്യുന്ന 6 മീറ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു for the sake of your learning. It is not particularly needed for the examination. Okay, for the examination point of view, you have to learn only 2 meters. Iamb, unstressed followed by stressed, da-dum, and trocake, stressed followed by unstressed, dum-da. Okay, ഒന്ന് റൈസിങ് ആണ്, ഒന്ന് ഫോളിങ് ആണ്. ഒന്ന് അടിയിൽ നിന്ന് മേപ്പോട്ട് പോകുന്നു, ഡം. ഒന്ന് മേലേയും താഴേക്ക് വരുന്നു, dum-da. And Trocake Meter. Moving on to Trocake Meter. So I hope you got few examples regarding iamb. Trocake Meter ne kurichu parayumbo trocake, that is a Greek word. Trocake. That word implies, or that word means wheel, chakram, wheel. So the word wheel or trocake, it is associated with the action of running, kind of rolling, a kind of cascading effect. മുന്നോട്ടുള്ള ഒരു ചലനമാണ്, a forward momentum. Trocake meter അത് അത്ര കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒന്നല്ല. So it implies a kind of forward momentum, or a kind of marching effect maybe, or a kind of ചില സമയത്ത് അതൊരു വളരെ പ്ലെയിൻറ്റീവ് ആയിട്ടുള്ള മോൺഫുൾ ആയിട്ടുള്ള മൂഡ്, അതായത് വളരെ ശോകമായിട്ടുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യാനും ട്രോക്കേക്ക് മീറ്റർ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ കിങ് ലിയർ when he says never, 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 dum-da, 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 5 times when he says never. And we had seen the same when we had gone through Blake's poem Tiger. Tiger, tiger, burning bright in the forest of the night. അവിടെ ആ ഒരു ടൈഗറിൻ്റെ ഒരു മൂവ്മെൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഫോർവേഡ് മൊമെൻറ്റം, ഇറ്റ് ഈസ് മൂവിങ്, ഇറ്റ് ഈസ് വാക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. ആ ഗ്രാൻഡിനോട് കൂടിയിട്ട് അതിങ്ങനെ നടന്നു വരികയാണ്, വളരെ ഒരു എലഗൻസിയോട് കൂടിയിട്ട്. അതേസമയം തന്നെ അത് വളരെ ഫിറോഷ്യസ് ആയിട്ടുള്ളൊരു അനിമലാണ്.
താൻ എഴുതിയിരുന്ന കവിതകളെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുകയും കൂടെ ചെയ്തിട്ടുള്ള, മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുള്ള ഒരു പോയറ്റാണ് വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത്. ഹി വാസ് എ പെയിൻറ്റർ ടു, ഹി വാസ് എൻ എൻഗ്രേവർ ആൻഡ് ഓൾ. ഹി വാസ് എൻ ആർട്ടിസ്റ്റ്, ഹി വാസ് എ പ്രിൻറ്റർ, ഹി വാസ് എ പോയറ്റ്. അപ്പോൾ അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു ബംഗാൾ ടൈഗർ ആയിരിക്കണം, അദ്ദേഹം എവിടെയെങ്കിലും ഒരു എക്സിബിഷനിൽ കണ്ടിട്ടുള്ള ഒരു ടൈഗർ ആയിരിക്കണം. വാട്ട്സ് ഓവർ, ആ ഒരു ഗ്രാൻഡിയറോട് കൂടിയിട്ടുള്ള ആ ഒരു ടൈഗറിൻ്റെ ഇമേജിന് അദ്ദേഹം മനോഹരമായിട്ട് ആ പോയത്തിനോടൊപ്പം ചേർത്ത് പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈഗറിൻ്റെ ആ ഒരു വരവിനെ നമുക്ക് വായനക്കാർക്ക് ഫീൽ ചെയ്യുന്നൊരു മൂഡാണ് ഈ ഒരു മീറ്ററിലൂടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ടൈഗർ, ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദ നൈറ്റ് എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടൈഗർ ഇങ്ങനെ നടന്ന് വരുന്നതായിട്ടൊരു ഫീല് നമുക്ക് കിട്ടുന്നു. വാട്ട് ദ ഹാമർ, വാട്ട് ദ ചെയിൻ, ഇൻ വാട്ട് ഫേർനസ് വാസ് ദൈ ബ്രെയിൻ, വാട്ട് ദ ആൻവിൽ, വാട്ട് ഡ്രെഡ് ഗ്രാസ്പ്, tear its deadly terrors clasp. സോ ഇവിടെ മനോഹരമായിട്ടുള്ള ആ ഒരു ടൈഗറിൻ്റെ മാർച്ചിങ് ഇഫക്റ്റ്, ആ ഒരു ടൈഗറിൻ്റെ എലഗൻസിയോട് കൂടിയിട്ടുള്ള കടന്നു വരവാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ പവർഫുള്ളായിട്ട് തൻ്റെ ക്രിയേഷൻ അതോടൊപ്പം തന്നെ തൻ്റെ ക്രിയേറ്ററിൻ്റെ ഒരു ക്രിയേഷനായിട്ടുള്ള ടൈഗറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ the poet had wisely used this particular meter called as Trocake Meter in order to show the forward momentum of the tiger. And here is another example from Shakespeare's Macbeth, the spells of the witches. അതിലെ മന്ത്രവാദിനികൾ, ഫസ്റ്റത്തെ സീനിൽ, ഫസ്റ്റ് ആക്റ്റിൽ നമ്മൾ കാണുന്ന മന്ത്രവാദിനികളുണ്ട്. ഷേക്സ്പിയറിൻ്റെ മെക്ബത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മെക്ബത്തിന് കുറേ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന വിച്ചസിനെ കാണാൻ സാധിക്കും. അവരുടെ ആ ഒരു സ്പെൽ ആണ് നമ്മളിവിടെ കാണുന്നത്. ഡബിൾ ഡബിൾ toil and trouble, fire, burn and cauldron, bubble, scale of dragon, tooth of wolf, witches, mummy, maw and gulf. So it's a kind of plaintive mood. It creates a kind of mysterious mood. It creates a kind of monstrous mood. A kind of action is there. Liveliness is there. A momentum is there in the words, in the spell of the witches. അപ്പോൾ ഇത്തരത്തിലുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ബേസിക്കലി ട്രോക്കേക്ക് മീറ്റർ യൂസ് ചെയ്യുന്നത്. ട്രോക്കേക്ക് മീറ്റർ ഇസ് ബേസിക്കലി യൂസ് ടു ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് forward momentum, a kind of rolling, moving, an action of running. ഒരു മൊമെൻ്റം ഉള്ള കാര്യങ്ങൾക്കൊരു മാർച്ചിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കാണിക്കാനായിട്ട് നമുക്ക് ട്രോക്കേക്ക് മീറ്റർ യൂസ് ചെയ്യാം. അതേസമയം തന്നെ ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് പ്ലെയിൻറ്റീവ് ആൻഡ് മോൺഫുൾ. നേരത്തെ കിങ് ലിയറിൻ്റെ കണ്ട പോലെ തന്നെ നെവർ അത്തരത്തിലുള്ള മോൺഫുൾ ആയിട്ടുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ട്രോക്കേക്ക് മീറ്റർ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് മെയിനായിട്ടും ഈ ഒരു ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് എന്നുള്ള ബ്ലേക്കിൻ്റെ പോയം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അത് കൂടാതെ Lord, on thee my trust is grounded, leave me not with shame confounded എന്ന് പറയുന്ന മേരി സിഡ്നിയുടെ കൗണ്ടസ് ഓഫ് പിംബ്രൂക്ക് എന്ന് പറയുന്ന മറ്റൊരു പോയം ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ യു ജസ്റ്റ് ഗോ ഓൺ വിത്ത് ദ എക്സാമ്പിൾസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഫോർ യുവർ സേഫ് സൈഡ്. ഓക്കെ, ആൻഡ് വി ഹാവ് അനദർ മീറ്റർ ഇൻ പോയട്രി. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് വണ്ണിൻ്റെ താളം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ആസ് ഇൻ മൈ സ്റ്റൈൽ, ജസ്റ്റ് യു മെ തിങ്ക് വാട്ട് വിൽ ബി ഇറ്റ്സ് പാറ്റേൺ. Da da dum, da da dum, da da dum, da da dum. So what will be its pattern? Da da dum, da da dum, da da dum, da da dum. Unstressed, unstressed, stressed. Unstressed, unstressed, stressed. So that is the third one, that is Apostic Meter. Apostic meterന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ 2 സിലബിൾ അൺസ്ട്രെസ്ഡ് ആയിരിക്കും, മൂന്നാമത്തെ സിലബിൾ സ്ട്രെസ്ഡ് ആയിരിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് ഇത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇറ്റ് ഈസ് നോട്ട് ഫോർ യുവർ
examination or it's not mentioned in your textbook. So an apostic meter follows a pattern of 2 unstressed syllable followed by a stressed syllable. The best example is given in your textbook, the poem by Lord Byron. The Destruction of Sennacherib എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ നമ്മൾ നേരത്തെ കണ്ടൊരു ഫിഗർ ഓഫ് സ്പീച്ച് നോക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നൊരു എക്സാമ്പിൾ ആയിരുന്നു. The Assyrian came down like the wolf on the fold, and his cohorts were gleaming, in purple and gold, and the sheen on their spears was like stars on the sea, and the blue wave rolls nightly on deep Galilee. This is how it goes. Da da dum, da da dum, da da dum, da da dum. എത്രണ്ണം ഉണ്ട്? When we divide it, we'll get 4 section. 3 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദി അസീറിയൻ എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് തിരിക്കാം. സോ 2 unstressed and 1 stressed. And the en will take the next part, next section ആയിട്ട് അത് മാറും. unstressed, came unstressed, down എന്ന് പറയുന്നത് again unstressed ആയിട്ട് stressed ആയിട്ട് മാറുന്നു. like the wolf വരെ again next part ആവുന്നു. on the fold next part ആവുന്നു. So when we analyze, we can see that this first line or this line can be divided into 4 feet. So 4 feet or 4 meter means it is a tetrameter, and in this tetrameter it follows the pattern of anapostic. So in this tetrameter it follows anapostic meter, anapostic pattern, 2 unstressed syllable followed by a stressed syllable. So we can say that this poem or this line, the Assyrian came down like the wolf on the fold, it is an example for anapostic tetrameter. Anapostic tetrameter. Why it is anapostic? Because it follows the pattern of 2 unstressed syllable followed by a stressed syllable. രണ്ടെണ്ണം ശബ്ദം ഉണ്ടാക്കാതെ മൂന്നാമത്തവൻ ശബ്ദം ഉണ്ടാക്കി. 2 unstressed syllable followed by a stressed syllable. അപ്പോൾ 3 സിലബിളിൻ്റെ പാറ്റേൺ ആണ് ഈ മെട്രിക്കൽ പാറ്റേൺ ഫോളോ ചെയ്യുന്നതെന്ന് അർത്ഥം. അങ്ങനെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? ആ ഒരു വരി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 12 syllables. 12 syllables എന്ന് പറയുമ്പോൾ അതിനെ 4 സെക്ഷനായിട്ട് തിരിക്കാൻ പറ്റും. So 4 feet or 4 meter means it is a tetrameter. So finally, when we conclude, we can say that this is written in an anapostic tetrameter pattern. Okay, got it? Then we can move on to the next one. Dum da da, dum da da, dum da da, dum. Dum da da, dum da da, dum da da, dum. ഏതായിരിക്കും? Dum da da, dum da da. ഇതിൻ്റെ നേരെ തിരിച്ചാൽ മതി. ഇവിടെ നമ്മൾ കണ്ടത് 2 unstressed syllable followed by a stressed syllable ആണെങ്കിൽ the next syllabic pattern follows the pattern of stressed syllable followed by 2 unstressed syllable. That is called as dactylic. Dactylic. Our dum, stressed, da da, unstressed, unstressed, stressed, unstressed, unstressed, stressed, unstressed, unstressed. ടെന്നിസൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു പോയമുണ്ട്. The Charge of the Light Brigade എന്ന് പറയുന്നൊരു പോയം. Half a league, half a league, half a league onward. This is the way it goes. Half a league, half a league, half a league onward. Dactylic meter were the stressed syllable followed by 2 unstressed syllable. And we have next 2 patterns that is called as spondy and pyrrhic. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോവാത്തത് ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു ഏരിയ ആണെന്നുള്ളത്. ഓക്കെ,
ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പോണ്ടിയും പിറിക്കും ഇത് രണ്ടും സാധാരണഗതിയിൽ കവിതയിൽ ഒരുപാട് എംപ്ലോയ് ചെയ്യാത്ത എന്ന ഇടയിൽ മാത്രം എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുന്ന മെട്രിക്കൽ പാറ്റേൺസാണ്. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള ബീറ്റുകൾ, കണ്ടു കഴിഞ്ഞിട്ടുള്ള റിതംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറിയും കുറഞ്ഞിരിക്കുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട് എല്ലാത്തിനും. ഒന്നുകിൽ ഡാ ഡം എന്നാണെങ്കിൽ ഡം ഡാ, പിന്നെ ഡാ ഡാ ഡം, പിന്നെ ഒന്ന് ഡം ഡാ ഡാ, അങ്ങനെ ഒരു ഏറിയും കുറഞ്ഞൊക്കെയുള്ള ഒരു വേവ് പോലെ ഇങ്ങനെ മൂവ്മെൻ്റ് ഉണ്ട്. ഈ പറയുന്ന രണ്ട് പാറ്റേൺസ്, സ്പോണ്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ പിറിക് എന്ന് പറയുന്ന രണ്ട് പാറ്റേൺസിനും അങ്ങനെ ഒരു വേരിയേഷൻ ഇല്ല. സ്പോണ്ടി ഇറ്റ് ഹാസ് ഗോട്ട് 2 stressed syllable in a both the syllables are stressed. ഒരു പെയർ എടുക്കുകയാണെങ്കിൽ 2 syllables സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ അതൊരു കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെട്രിക്കൽ പാറ്റേൺ ആയിട്ട് കാണാൻ പറ്റില്ല. പിറിക്കാണെങ്കിൽ 2 എണ്ണവും അൺസ്ട്രെസ്ഡ് ആയിരിക്കും. സോ ഓൾ ദി സിലബിൾസ് ആർ സ്ട്രെസ്ഡ് ദ. സോ ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് പ്രാക്ടിക്കൽ ആസ് ഇൻ എഡ്ഗർ അലൻ പോസ് വേർഡ്സ്. ദിസ് മെട്രിക്കൽ പാറ്റേൺ ഇസ് നോട്ട് ദാറ്റ് മച്ച് പ്രാക്ടിക്കൽ എന്നാണ് എന്ന് പറയുന്ന അമേരിക്കൻ റൈറ്റർ പറയുന്നത്. നമ്മൾ ഇത്ര നേരം കണ്ടത് അൺസ്ട്രെസ്ഡ് സ്ട്രെസ്ഡ്, ഓർ സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ്, ഓർ unstressed unstressed stressed, or stressed unstressed unstressed. ഇതാണ് നമ്മൾ 4 എണ്ണം കണ്ടത്. 5ാമത്തെ സ്പോണ്ടിയിലേക്ക് വരുമ്പോൾ സ്ട്രെസ്ഡ് സ്ട്രെസ്ഡ്, ഇനി പിറിക്കിലേക്ക് വരുമ്പോൾ അൺസ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ്. ഓക്കെ, ഇതാണ് 6 പ്രധാനപ്പെട്ട മെട്രിക്കൽ പാറ്റേൺസ് ഉള്ളത്. പാറ്റേൺസ് ആണ് ഞാൻ പറയുന്നു, അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, പാറ്റേൺസ് ഉള്ളത്. ഇതിൻ്റെ എത്ര റിപ്പീറ്റേഷൻ ഉണ്ടോ ഒരു വരിയിൽ അതിനനുസരിച്ചിട്ടാണ്. ഒരു തവണ പറയുന്നുള്ളൂ എങ്കിൽ അത് മോണോമീറ്റർ ആവുകയും, 2 തവണയാണെങ്കിൽ ഡൈമീറ്റർ ആവുകയും, 3 തവണ ഇപ്പോൾ ഡംഡാ 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 3 തവണ ഡംഡാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രൈമീറ്റർ ആവുകയും, അത് 4 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെട്രാമീറ്റർ ആവുകയും, 5 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻറ്റാമീറ്റർ ആവുകയും അങ്ങനെ പോകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ഹെക്സാമീറ്റർ ആവുന്നു, ഹെപ്റ്റാമീറ്റർ ആവുന്നു, ഒക്ടാമീറ്റർ ആവുന്നു, നോനാമീറ്റർ ആവുന്നു, ഡെക്കാമീറ്റർ ആവുന്നു. ഡെക്കാമീറ്റർ വരെയാണ് തൽക്കാലം നമ്മൾ പോയംസ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള മീറ്റർ ഇൻ പോയട്രി എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഡിസ്കസ് ഫർദർ പോയംസ് വെൻ വി ഗോ ത്രൂ ദ question paper, your university question paper, while we discuss that. By this we'll wind up meter in poetry. We have to move to a very important part in poetry. So I think this is enough for today, isn't it? Okay guys, so go through your textbook, take care of these examples, learn it. If you have any doubts, feel free to ask. So be safe and be strong. Take care till then. Bye bye.